ഹലോ പട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് സ്റ്റഡി വിത്ത് മീ ആണ് കേട്ടോ. ഞാനവിടെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം, ആകെ വിഷമിച്ച് ആകെ ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഇന്ന് ക്ലാസ്സിലെടുത്തതൊന്നും എനിക്ക് മനസ്സിലായതേ ഇല്ല. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കൊമേഴ്സിക്ക് വന്ന സമയത്ത് എനിക്ക് ബേസും കാര്യങ്ങളും കുറേയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സാർ പിന്നെ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളും എക്സ്പ്ലനേഷൻസൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പ്രോബ്ലം ചെയ്തുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ആ പേപ്പേഴ്സൊക്കെ കീറിയെടുത്ത് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വൃത്തിക്ക് നോട്ട് എഴുതാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി നോട്ട്സൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കണം, എന്നാലുള്ളൂ ഞാൻ പിന്നെയും അങ്ങോട്ട് നോക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പം അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നന്നായിട്ട് എഴുതി പഠിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോസിന് പുറമേയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നോക്കി ആദ്യം കുറച്ച് അതിൻ്റെ ബേസ് പഠിച്ചെടുക്കുവാണ്. പിന്നല്ലേ, നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യലുണ്ടോ? ഇപ്പോൾ ഈ ഒരു CA പോലത്തെ ജേണിയിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ACCA, സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്നവർക്ക് നല്ല കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരിക്കും. നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ പണ്ടത്തെ ആ ഒരു ലെവലിലല്ലേ ഉണ്ടായിരിക്കും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മോൾ വന്നത്. മോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും പോവും അങ്ങനെയാണ്. ആദ്യം ഞാൻ ഇങ്ങനെ കയറ്റിയിരുത്തും, പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ ഓളെ താഴേക്കോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്തേക്കോ അങ്ങനെ വിട്ടയക്കും കേട്ടോ. അപ്പോൾ കോൺഫിഡൻസിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ക്ലാസ് ശ്രദ്ധിച്ചിട്ടും എനിക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കിനി മനസ്സിലാവോ ഇല്ലേ അങ്ങനെയൊക്കെ ഒരു തോന്നലാട്ടോ. പക്ഷേ കുഴപ്പമുണ്ടാവില്ല, ഇക്കാനോട് ഷെയർ ചെയ്യുമ്പോഴത്തേനും ഇക്ക അതൊക്കെ ശരിയാക്കി തരും. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴെല്ലാം മോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവന്ന് തരും. അപ്പോൾ പിന്നെ ഞാനത് കഴിച്ചിരുന്ന് പിന്നെ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി. പിന്നെ ഞാൻ റെഡിയായി വരുമ്പോഴത്തേനും ഓള് വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് ഡിസ്ട്രാക്ഷൻസിൻ്റെ ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാതിരുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടുന്ന് ഇവിടുന്ന് ഡിസ്ട്രാക്ഷനായിട്ട്. പിന്നെ ഓളെയും കുറ്റം പറയാൻ പറ്റൂല. ഫുൾ ടൈം അവളുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൈമിന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവൾക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഒരു ടൈം കിട്ടാത്തതിന്. ആക്ച്വലി ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴത്തേനും പിന്നെ ഓളിൻ്റെ പിന്നെ പോവുക തന്നെയല്ല. പക്ഷേ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര ഡിസ്ട്രാക്റ്റഡ് ആയാലും വീണ്ടും ട്രൈ ചെയ്യുക, അതാണ് മെയിൻ. പിന്നെ ഞാൻ സ്റ്റേഷനറി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കാൽക്കുലേറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം കാൽക്കുലേറ്റർ തൊട്ട് തലേ ദിവസമാണ് കേട്ടോ വന്നത്. ഇതാണ് കാസിനോൻ്റെ ആ ഒരു കാൽക്കുലേറ്റർ. ഇതിൽ 3 പൂജ്യം അടിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് 3 പൂജ്യം അടിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. നമുക്ക് ആയിരങ്ങളുടെ കണക്കൊക്കെ പെട്ടെന്ന് ചെയ്യണമല്ലോ. പിന്നെ ഞാൻ നോക്കിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഞാൻ വീട്ടിൽ വന്ന് അതൊക്കെ ചെയ്തപ്പോഴത്തേനും എനിക്കതൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ആ കോൺസെപ്റ്റ് സാർ പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് കിട്ടാതിരുന്നതാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിലൊരു 3 ക്വസ്റ്റ്യൻ മാത്രമാണ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കതൊക്കെ മനസ്സിലായി. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഡേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ സ്റ്റഡി വിത്ത് മീ ട്ടോ. പിന്നെ ക്ലീൻ ചെയ്ത് പോയി കിടന്നുറങ്ങി. എനിവേസ്, താങ്ക് യു. വേറെ വീഡിയോ ആയിട്ട് വരാം. സ്റ്റേ ട്യൂൺഡ്.